ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിന്നിവിടെ ചെയ്യാൻ പോകുന്ന മാങ്ങാച്ചാറാണ്. മാങ്ങാച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ വേണ്ടത് നമുക്ക് നോക്കാം. ഞങ്ങളിവിടെ 2 മാങ്ങ എടുത്തിട്ടുണ്ട്. ഏകദേശം 1 കിലോ കാണും. 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉലുവ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 3 ടേബിൾ സ്പൂൺ. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. വെളുത്തുള്ളി ഒരു 10 അല്ലി ചതച്ചെടുത്തിട്ടുണ്ട്. ഇഞ്ചി ചതച്ചത് 1/2 ടേബിൾ സ്പൂൺ. ആവശ്യത്തിന് ഉപ്പ്, കായപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, ഒരു തണ്ട് കറിവേപ്പില, നല്ലെണ്ണ, വിനാഗിരി. ഇനി നമുക്ക് മാങ്ങ ചെത്തി ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. നമ്മൾ മാങ്ങ അരിഞ്ഞു വെച്ചു. പിന്നെ നമ്മൾ എന്നാ ചെയ്യേണ്ടത്? ഇനി ഉപ്പ് തിരുമ്മി വെക്കാം. അരമണിക്കൂർ അത് അവിടെ ഇരുന്ന് ഉപ്പ് പിടിക്കട്ടെ. നമുക്ക് പാൻ എടുത്ത് അടുപ്പേ വെക്കാം. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നല്ലെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടാൻ തുടങ്ങി നമുക്ക് ഉലുവായും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ച് വെളുത്തുള്ളി ഇടാം. ഇനി നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ലോ ഫ്ലെയിം ആക്കിക്കൊണ്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഈ കൂടെ തന്നെ നമുക്ക് മുളക് പൊടി ഇടാം. നല്ലപോലെ ഇളക്കി പച്ചമണം മാറുമ്പോൾ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കാം. ഇതിലേക്ക് നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. ആ മാങ്ങയിൽ നിന്ന് ഇറങ്ങിയ ആ ഉപ്പ് വെള്ളവും കൂടെ ആ കൂടെ അങ്ങ് ചേർക്കാം. നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. വെള്ളം ചേർത്താൽ അച്ചാർ അഴുക്കാവും. നമുക്ക് കായപ്പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കാം. നോക്കിക്കേ ഉപ്പും പുളിയൊക്കെ ഉണ്ടോയെന്ന്. ഇല്ലെങ്കിൽ ഇച്ചിരി പുളി ഉപ്പുമൊക്കെ ചേർക്കണം. പുളി ഉപ്പും ഒക്കെ കറക്റ്റാണ്. എല്ലാം പാകത്തിനുണ്ട്. പുളി ഉള്ളതുകൊണ്ട് നമുക്കിനി വിനാഗിരി ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് കുപ്പിയിലേക്ക് മാറ്റാം.
ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇച്ചിരി നല്ലെണ്ണ ഒഴിക്കാം. ഈ മാങ്ങാച്ചാർ നമുക്ക് ഈസി ആയിട്ടുണ്ടാക്കാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.